Okay. എഴുതിക്കോ. A transformer has an efficiency. A transformer has an efficiency. അരുന്ധതി ക്യാമറ ഓൺ ചെയ്തടാ. A transformer has an efficiency 80%. 80%. It work at 4 kilowatt. 4 kilowatt and 100 volt. If the secondary voltage is 240 volt. If the secondary voltage is 240 volt. Find the primary and secondary. 4 kilowatt and 100 volt. 4 kilowatt and 100 volt. If the secondary voltage is 240 volt. If the secondary voltage is 240 volt. Find the primary and secondary current. Find the primary and secondary current. Find the primary and secondary current. Question എഴുതിയാ? സൗരഭ് എഴുതിയാ? ഒന്നുകൂടെ വായിക്കണം. അരുന്ധതി ഒന്നുകൂടെ വായിക്കണം ക്വസ്റ്റ്യൻ. A transformer has an efficiency 80%. It work at 4 kilowatt and 100 volt. If the secondary voltage is 240 volt. Find the primary and secondary current. Okay. അപ്പോൾ question പറഞ്ഞിരിക്കുന്നത് എന്താ? A transformer has an efficiency of 80%. Transformer efficiency is equal to 80%. Okay. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? It work at 4 kilowatt. 4 kilowatt power ആ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്നത് 4 kilowatt പവറിലാണ്. That means അപ്പോൾ എവിടത്തെ പവർ ആയി പറഞ്ഞിരിക്കുന്നത്? ഇൻപുട്ടിലുള്ള പവർ. ഇൻപുട്ട് പവർ. Okay. Input power is equal to 4 kilowatt. That's equal to 4000 watt. Okay. അപ്പോൾ നമുക്ക് ഇൻപുട്ടിലുള്ള പവർ തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 100 വോൾട്ട്. അപ്പോൾ 100 വോൾട്ട് എവിടത്തെ വോൾട്ട് ആയിരിക്കും? പ്രൈമറിയിലായിരിക്കുമോ സെക്കൻഡറിയിലായിരിക്കും? പ്രൈമറിയിലെ പവർ ആണ്. അതായത് ഇൻപുട്ടിലുള്ള പവർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇൻപുട്ടാണ് പ്രൈമറി. അപ്പോൾ ഇൻപുട്ടിലെ പവർ തന്നിരിക്കുന്നത് എത്രയാ? 4 കിലോവാട്ട് ആൻഡ് 100 വോൾട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വോൾട്ട് എവിടത്തെ ആയിരിക്കും? പ്രൈമറിയിലുള്ള വോൾട്ട്. Vp is equal to 100 volt. If the secondary voltage is 240 volt. Secondary voltage തന്നിട്ടുണ്ട്. Secondary voltage എത്രയാണ്? Vs is equal to 240 volt. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? Find the primary and secondary current. പ്രൈമറി കറന്റും സെക്കൻഡറി കറന്റും ആണ് കണ്ടുപിടിക്കുന്നത്. Ip and Is. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രൈമറി കറന്റും സെക്കൻഡറി കറന്റും കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഇൻപുട്ടിലുള്ള പവർ തന്നിട്ടുണ്ട്. ഇൻപുട്ട് പവർ എത്രയാണെന്ന് തന്നിരിക്കുന്നത്? 4000 വാട്ട് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, ഇൻപുട്ട് പവർ എത്രയാണെന്ന് തന്നിരിക്കുന്നത്? 4000 വാട്ട്. പവറിന്റെ ഇക്വേഷൻ എന്താ? P equal to V into I. അപ്പോൾ ഇൻപുട്ട് പവർ നമുക്ക് തന്നിട്ടുണ്ട് 4000 വാട്ട്. അങ്ങനെയാണെങ്കിൽ Vp into Ip. ഇൻപുട്ടിലുള്ള ടോട്ടൽ പവർ എന്ന് പറയുന്നത് Vp Ip അല്ലേ? അപ്പോൾ നമുക്ക് ഇൻപുട്ടിലെ പവർ എത്രയാണെന്ന് തന്നിരിക്കുന്നത്? 4000 വാട്ട് ഈക്വൽ ടു Vpയുടെ വാല്യൂ തന്നിട്ടുണ്ട് 100 into Ip. അപ്പോൾ നമുക്ക് Ip കണ്ടുപിടിക്കാമല്ലോ. Ip equal to 4000 by 100. That's equal to 40 ampere. അപ്പോൾ നമുക്ക് പ്രൈമറിയിലുള്ള കറന്റ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? സെക്കൻഡറിയിലുള്ള കറന്റ്. ISന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഓക്കെ, ഇനി നമുക്ക് IS ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ Ip നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി. ഇനി IS കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേറൊരു ഹിന്റ് തന്നിട്ടുണ്ട്. എഫിഷ്യൻസി ഈക്വൽ ടു എത്രയാണെന്ന് തന്നേക്കുന്നത്? 80% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താ? എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ
ഇൻപുട്ട് പവർ. ഇതാണ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചേക്കുന്നത്. ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. അപ്പോൾ എഫിഷ്യൻസി 80% ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 80/100. 80% ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ 80/100 എന്ന് എഴുതി. ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് എന്താ? ഔട്ട്പുട്ട് പവർ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് പവർ എന്ന് പറയുമ്പോൾ എന്ത് വരും? പവറിന്റെ ഇക്വേഷൻ എന്താ? P = V × I അല്ലേ? ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? സെക്കൻഡറിയിലല്ലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഔട്ട്പുട്ട് പവർ എന്ന് പറയുമ്പോൾ സെക്കൻഡറിയിലെ പവർ ഈക്വൽ ടു VS × IS ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഇൻപുട്ട് പവർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. തന്നിട്ടുണ്ട് 4000 ആണ് തന്നിട്ടുണ്ട്. ദാറ്റ്സ് VP × IP. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി 80/100 ഈക്വൽ ടു VS ന്റെ വാല്യൂ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? VS എത്രയാണ്? 240 × IS ഡിവൈഡഡ് ബൈ VP യുടെ വാല്യൂ എത്രയാണ്? VP = 100. IP നമ്മൾ കണ്ടുപിടിച്ച IP എത്ര തന്നേക്കുന്നത്? 40. അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടുത്തെ പവർ, ഇൻപുട്ടിലുള്ള പവർ എടുത്ത പ്രൈമറി നമുക്ക് തന്നിട്ടുണ്ട് 4000 വാട്ട് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ IP × VP. IP × VP equal to സോൾവ് ചെയ്തേ. എത്ര കിട്ടിയെന്ന് പറയട്ടോ? 13.3 ആംപിയർ. IP എത്ര കിട്ടി? 40 ആംപിയർ. IS എത്ര കിട്ടി? 13.3. ക്ലിയർ ആണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്? അപ്പോൾ എഫിഷ്യൻസിയുടെ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുള്ളൂ. ഫസ്റ്റ് നമുക്ക് IP കണ്ടുപിടിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് പവർ, ഇൻപുട്ട് പവർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇതേ സമയം ഔട്ട്പുട്ട് പവർ ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. ഇപ്പൊ ഇൻപുട്ട് പവർ തന്നതുകൊണ്ട് നമുക്ക് IP പെട്ടെന്ന് കിട്ടി. പിന്നെ അടുത്തതിന് വേണ്ടിയാണ് നമ്മൾ എഫിഷ്യൻസി എടുത്തത്. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ മാറിപ്പോയത് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ്. എഴുതുമ്പോൾ VP IP എന്ന് എഴുതി. VP IP ബൈ VS IS എന്ന് എഴുതിയാലും അവിടെ തെറ്റും. അതുകൊണ്ട് ആ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണം. എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. കിട്ടിയ secondary power 40 by sorry 300. First one second
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. സൗരഭിന് കിട്ടിയ ആൻസർ കിട്ടിയാ? ബോർഡ് ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ. A power transmission line feeds input power അതിന്റെ ബുക്ക് തീർന്ന പേപ്പർ വേണം, വേണമെങ്കിൽ തരാം, ഇവിടെ ഉണ്ട്, വേണം. A power transmission line feeds input power at 2200 volt. 2200 volt. A power transmission line. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടെ, അമറ ക്വസ്റ്റ്യൻ എഴുതിക്കോ. A power transmission line feeds input power at 2200 volt to a step down transformer of primary windings 3000. A power transmission line feeds input power at 2200 volt to a step down transformer of primary winding 3000. Find the number of turns in secondary. Find the number of turns in secondary to get the power output. Find the number of turns in secondary. Find the number of turns in secondary to get the power output. At 220 volt. വേഗം കണ്ടുപിടിച്ചോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 220 volt. ക്വസ്റ്റ്യൻ പറയാം. A power transmission line feeds input power at 2200 volt to a step down transformer of primary windings 3000. Find the number of turns in secondary to get the power output at 220 volt. 220 volt. അപ്പോൾ എന്തൊക്കെയാ തന്നേക്കുന്നതെന്ന് എടുത്ത് എഴുതിക്കേ. A power transmission line feeds input power at 2200 volt എന്നാ പറയുന്നത്. അപ്പോൾ പ്രൈമറിയിലുള്ള വോൾട്ട് എത്ര തന്നേക്കുന്ന, ഇൻപുട്ടിലുള്ള വോൾട്ട് എത്ര തന്നേക്കുന്നത്? 2200. Vp equal to 2200 volt. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? 2200 volt to a step down transformer of primary winding 3000. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് എത്ര പറഞ്ഞേക്കുന്ന? പ്രൈമറിയിലുള്ള NP equal to 3000. പിന്നെ എന്താ തന്നേക്കുന്നത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് NS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി 3000 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ടു ഗെറ്റ് ദ പവർ ഔട്ട്പുട്ട് അറ്റ് 220 വോൾട്ട്. അപ്പോൾ സെക്കൻഡറിയിലുള്ള എന്ത് തന്നിട്ടുണ്ട്? വോൾട്ട് തന്നിട്ടുണ്ട്. സെക്കൻഡറിയിലുള്ള വോൾട്ട് VS is equal to 220 വോൾട്ട്. വേഗം സോൾവ് ചെയ്ത് കണ്ടുപിടിച്ച് Vp by Vs equal to, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് V1 V2 എന്നായിരുന്നു എഴുതിയത്. V1 V2 എന്നായിരുന്നു എഴുതിയത്. വോൾട്ടാണ് അങ്ങനെ പറയുള്ളൂ, ഇൻപുട്ട് പവർ എന്നേ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ ആ ടേം നോക്കുക, വോൾട്ട് എന്നല്ലേ കൊടുത്തേക്കുന്നത്. വോൾട്ട് എന്നല്ലേ ഞാൻ പറഞ്ഞത്, വോൾട്ടേജ് ആണ് പറഞ്ഞേക്കുന്നത്. പറയുമ്പോൾ പവർ എന്നേ പറയുള്ളൂ. വാട്ടെന്നല്ലേ വോൾട്ട്, ഞാൻ പറഞ്ഞത് വാട്ടെന്നാണോ പറഞ്ഞത്? 300 വാട്ടെന്നാണോ ഞാൻ പറഞ്ഞത്? വോൾട്ടെന്നല്ലേ. Vp by Vs equal to NP by NS. ഞാൻ സോൾവ് ചെയ്തേ. കിട്ടിയ
an AC generator. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ? An AC generator consists of a coil. An AC generator consists of a coil of 100 turns. Of 100 turns. 100 turns. And cross section of area. And cross section of area 3 meter square. 3 meter square. Rotating at a 3 meter square. Rotating at a constant angular speed of. Rotating at a constant angular speed of 60 radian per second. 60 radian per second. In a uniform magnetic field. In a uniform magnetic field of 0.004 Tesla. 0.004 Tesla. 0.04 Tesla. 0.04 Tesla. The resistance of the coil is 500 ohm. The resistance of the coil is 500 ohm. The resistance of the coil is 500 ohm. Calculate the maximum current. Calculate the maximum current drawn from the generator. Calculate the maximum current drawn from the generator. Second one, maximum power dissipated. Maximum power dissipated. Maximum power dissipated. First one, calculate the maximum current drawn from the generator. Second one, maximum power dissipated. Maximum power dissipated. സൈൻ എടുക്കണ്ട, ആംഗിളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. NAB ഒമേഗ. ഓക്കെ, കിട്ടാത്തവര് ശ്രദ്ധിച്ചോ, അറിയാവുന്നത് ചെയ്തു പോയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? An AC generator consists of a coil. AC generator നമ്മൾ 6th ചാപ്റ്ററിലാണ് എടുത്തത്. An AC generator consists of a coil of 100 turns. 100 turns ഉള്ള ഒരു കോയിലാണ് വെച്ചത്. N equal to, അപ്പൊ തന്നിരിക്കുന്നത് ഇവിടെ കുറെ ക്വാണ്ടിറ്റീസ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ എടുത്ത് എഴുതുക. N equal to എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 100 turns ആണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? And the cross section of area. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ A equal to എത്രയാണെന്ന്? 3 meter square. പിന്നെ തന്നേക്കുന്നത് എന്താ? റൊട്ടേറ്റിംഗ് അറ്റ് എ കോൺസ്റ്റന്റ് ആംഗുലർ സ്പീഡ്. ആംഗുലർ സ്പീഡ് എന്നാ പറഞ്ഞേക്കുന്നത്. ആംഗുലർ സ്പീഡ് എന്താ? ഒമേഗ. ഒമേഗ ഈക്വൽ ടു 60 റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, പിന്നെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B തന്നിട്ടുണ്ട്. B ഈക്വൽ ടു 0.04 ടെസ്ല. The resistance of the coil is 500 ohm. Resistance R equal to 500 ohm. ഇത്രയും ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ? Calculate the maximum current drawn from the generator. Calculate the maximum current. Maximum current എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Peak current. Peak current കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് maximum current. അല്ലെങ്കിൽ ഇപ്പൊ RMS current ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നെങ്കിൽ RMS, find the RMS value of current എന്ന് പറയും. ഇതെന്താ പറഞ്ഞേക്കുന്നത്? maximum current അല്ലെങ്കിൽ peak current. ഇപ്പൊ എന്ത് പറയാം? I0 equal to E0 by R. സാധാരണ നമ്മൾ ഓംസ് ലോ വെച്ച് പറയുകയാണെങ്കിൽ I equal to V by R എന്ന് പറയും. അതുപോലെ തന്നെ I0 equal to V0 by R. ഇനി E0 equal to, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? AC ജനറേറ്റർ എന്നാ പറഞ്ഞേക്കുന്നത്. AC ജനറേറ്ററിൽ ഇയുടെ വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തതായിരുന്നു. NAD ഒമേഗ സൈൻ ടി. അങ്ങനെ നമ്മൾ എടുത്തത്. ഇവിടെ സൈൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ആംഗിൾ ഒന്നും നമുക്ക് തന്നിട്ടില്ല. റൊട്ടേറ്റ് ചെയ്യുന്ന എത്ര ഡിഗ്രിയിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ആംഗുലർ സ്പീഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് E0 ഈക്വൽ ടു, ഇത് AC ജനറേറ്ററിൽ പഠിച്ചതാണ്, എടുത്തൊന്ന് നോക്കിക്കോളോട്ടെ. AC ജനറേറ്ററിന്റെ ക്വസ്റ്റ്യൻ വരുമെങ്കിൽ ഈ ഇക്വേഷൻ എന്തായാലും യൂസ് ചെയ്യണം. അപ്പൊ AC ജനറേറ്റർ കാണുമ്പോൾ തന്നെ ഈ ഇക്വേഷൻ എഴുതി വെക്കണം. ഓക്കെ, തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് എല്ലാം എഴുതുക. പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുക. അതിന് മാർക്ക് ഉണ്ട് NAB ഒമേഗ. അപ്പൊ E0യുടെ വാല്യൂ എന്താ? NAB ഒമേഗ. NAB ഒമേഗ ബൈ R. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള NAB ഒമേഗ ബൈ R. എന്നിന്റെ വാല്യൂ എത്രയായിരുന്നു? 100.
100 into area of cross section 3 into b യുടെ വാല്യൂ എത്ര വന്നേക്കുന്നത് 0.04 into 100 divided by 60. I0 അല്ലേ മാക്സിമം കറക്റ്റ് അല്ലേ കണ്ടുപിടിക്കണം വാല്യൂ 1.44. ഓക്കെ കിട്ടാത്തവർ ശ്രദ്ധിച്ചോട്ടാ 100 into 3 into 0.04 into 60 divided by 500. നോക്കിക്കോട്ടെ 1 പോയിന്റ് അത് തന്നെയല്ലേ കിട്ടി 1.4 തന്നെയല്ലേ കിട്ടി ഈ അടുത്ത കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ പവർ കിട്ടിയ ആൻസർ എത്രയായിരുന്നു പവർ കിട്ടിയ പവർ P average equal to ശ്രദ്ധിച്ചേ P average equal to ഇക്വേഷൻ എന്താ പഠിച്ച പവറിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചേ PRMS into IRMS. ഓക്കേ PRMS എന്ന് പറയുമ്പോൾ നമുക്ക് ERMS ആയിട്ട് എടുക്കാം ERMS P average equal to ERMS into IRMS. that is P average equal to ERMS എന്ന് പറയുന്നത് കൊടുക്കാം E0 by root 2 into IRMS എന്ന് പറയുന്നത് കൊടുക്കാം I0 by root 2. ഓക്കേ മനസ്സിലായോ പവറിന്റെ ഇക്വേഷൻ എന്താ P average equal to VRMS into IRMS. VRMS എന്ന് പറയുന്നത് ERMS തന്നെയാണ് നമ്മുടെ എസ് ജനറേറ്ററിന്റെ കേസിൽ ERMS. ഇനി ERMS into IRMS. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ I0യുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമുക്ക് ഇനി E0 അറിയില്ല ERMS അറിയില്ല. ജസ്റ്റ് നമ്മൾ അതുപോലെ തന്നെ എഴുതി E0 by root 2 into I0 by root 2. 518 അല്ലേ? ആ 518.4. ഇപ്പൊ എവിടെ കിട്ടി അഭിരാജിന്റെ നേരത്തെ കിട്ടി ബൈ 2 ചെയ്തില്ല. ഓക്കേ E0 into I0 by root 2 നേടി. ഇനി E0യുടെ വാല്യൂ നമുക്കറിയോ E0യുടെ വാല്യൂ അറിയോ ഇല്ല അപ്പോൾ E0 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം I0 നമുക്ക് തന്നിട്ടുണ്ട് I0 1.44 എന്ന് തന്നിട്ടുണ്ട് പക്ഷേ E0 അറിയില്ല E0 എന്ന് പറഞ്ഞാൽ V തന്നെയല്ലേ ഓക്കേ E0 equal to I0 into R എന്ന് എടുക്കാമല്ലോ E0 equal to I0 into R എന്ന് എടുത്തൂടെ ഇപ്പോൾ ഇത് V ആണെങ്കിൽ V equal to IR എന്ന് നമ്മൾ എടുക്കില്ലേ അതുപോലെ E0 equal to I0 into R എന്ന് എടുക്കാം അങ്ങനെയാണെങ്കിൽ E0ക്ക് വരുമ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം I0 into R divided by root 2 into I0 by root 2 അപ്പോൾ I0 square വന്നു I0 square R divided by root 2 into root 2 that's equal to 1.44 into 1.44 into resistance 500 divided by 2. So power കിട്ടിയായിരുന്നോ വേറെ ഒന്നും കിട്ടിയില്ല അതൊന്നും കിട്ടിയില്ല
ടേംസ് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. An AC generator consists of സെയിം ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. ആ ടേംസ് ഒന്ന് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ക്വാണ്ടിറ്റീസ് മാറ്റിയിട്ടുണ്ടെന്നല്ലേ. An AC generator consists of a coil of 50 turns 50 turns 50 turns 50 turns 50 turns and area of cross section of 2.5 meter square. ഇത് ഇവിടെ എത്തിയോ? 2.5 meter square. Meter square. Rotating at a constant angular speed. Of 60 radian per second. In uniform magnetic field of 0.30 Tesla. There is angular speed 60 radian per second. The resistance of the coil is 500 ohm. മറ്റേത് രണ്ടൊന്നും മാറ്റിയിട്ടില്ല. 500 അത് കഴിഞ്ഞിട്ടുള്ളതാണ്. Radian per second in uniform magnetic field of 0.30 Tesla. The resistance of the coil is 500 ohm. അതിന് 500 ohm. Find the peak value of current. Drawn from the generator. അത് മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടുപിടിച്ചു. ആ ക്വസ്റ്റ്യൻ ഒന്ന് കിട്ടാൻ വേണ്ടി ചെയ്തു. പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. 5
ഫൈനാൻസ് എന്താ 4.5 ആണ് കൊടുക്കുന്നത്. 4.5 ആ 4.5 ഇട്ടിട്ടുള്ളത്. 4.5 അല്ലേ മിസ്റ്റേക്ക് വന്നു അങ്ങനെ എവിടെ നോക്കിക്കേ Number of turns 50, area 2.5. Oh. അതൊക്കെ correct ആണ്. മാഗ്നറ്റിക് ഫീൽഡ് 0.3 തന്നെ അതായത് 15 into 60 900 ആവും. 900 into 2.5 2.5. അല്ല EMF കിട്ടിയത് കറക്റ്റാ. കറണ്ട് അതെനിക്ക് പോയത് 2250 by 500 125 അതൊന്നും 525 125. ആ 630 80. അത് ശരിയാ. 2250 വോൾട്ട് കിട്ടിയില്ലേ അത് പോയി 500 ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ആണെങ്കിൽ കിട്ടുമായിരുന്നു 4.5. Yes. അങ്ങനെയാ ഞാൻ 4 multiply ചെയ്തു. നിങ്ങളൊരു ചാപ്റ്റർ കഴിയുമ്പോ ഒരു 10 ക്വസ്റ്റ്യൻ വെച്ചെങ്കിലും ചെയ്തു. ഇപ്പൊ എക്സാമ്പിൾ കഴിഞ്ഞില്ലേ കഴിഞ്ഞവര് മിനിമം ഒരു 10 ക്വസ്റ്റ്യൻ ഒരു ദിവസം ചെയ്യണം. എന്നാലേ നമുക്ക് A1ലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. മിനിമം 10 ക്വസ്റ്റ്യൻ ഒരു ദിവസം ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തിയറി അല്ലാതെ തിയറി പഠിക്കുന്നത് വേറെ പഠിക്കണം, അതല്ലാതെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ റൗണ്ട് ചെയ്ത് വരിക അല്ലെങ്കിൽ എഴുതി കൊണ്ടുപോകാം. എന്നിട്ട് നമുക്കിവിടെ കിട്ടാത്ത ഞാൻ ഇവിടെ ചെയ്ത് നോക്കണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ നോക്കും. എക്സാം ആർക്കെങ്കിലും ഉണ്ടായില്ല, എക്സാം ഉണ്ടാവും നിങ്ങൾക്ക് മാത്രമല്ലേ കേവിക്ക് മാത്രമല്ലേ കഴിഞ്ഞില്ലേ? വേറെ ആർക്കെങ്കിലും എക്സാം ഉണ്ടായില്ല? ഇല്ലല്ല. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തിട്ടുണ്ടാവും. 10 ക്വസ്റ്റ്യൻ എത്ര പ്രശ്നമില്ലല്ലോ, ചെയ്യാൻ പറ്റില്ലേ? അടുത്ത ക്ലാസ് വരുന്നത് ട്യൂസ്ഡേ ആയിരിക്കും വരുന്നത്. എക്സാം 10 ക്വസ്റ്റ്യൻ എല്ലാവരുടെയും ബുക്കിൽ ഉണ്ടാവണം. സിമ്പിൾ ആയിക്കോട്ടെ ഹാർഡ് ആയിക്കോട്ടെ ഏത് ലെവലായാലും 10 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ന്യൂമറിക്കൽ മാത്രമാണ് തിയറി ന്യൂമറിക്കൽ മാത്രമാണ് തിയറി
ആടാ മൊത്തം ഫിക്സ്ഡ് ആൻസർ പ്രിന്റ് ചെയ്തോണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഒപ്റ്റിക്സ്. അതിന് ശ്രദ്ധിച്ചോ, സംസാരിച്ചത് മതി. ഓക്കെ, ഒപ്റ്റിക്സ്. അപ്പൊ നമ്മൾ ഇത്രയും നാള് ഇലക്ട്രോൺസും ചാർജും പൊട്ടൻഷ്യലും മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിസം എല്ലാം പഠിച്ചു. ഇനി കുറച്ചാണ് നമ്മൾ ലൈറ്റ് പഠിക്കാൻ പോകുന്നത്. ഒപ്റ്റിക്സ്. ഓക്കെ, ഒപ്റ്റിക്സിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കുന്ന ടോപ്പിക് തന്നെ റിഫ്ലക്ഷനാണ്. ഒപ്റ്റിക്സ് നമുക്ക് ഇന്ന് ഞാൻ ശരിക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. ഒപ്റ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റർ അല്ലേ? 10th പഠിച്ചിട്ടുള്ളല്ലോ ഒപ്റ്റിക്സ്. 10th അല്ലാതെ മുമ്പ് പഠിച്ചിട്ടുണ്ടോ? നയൻത്തിലൊന്നും പഠിച്ചിട്ടില്ല ഒപ്റ്റിക്സ്. ഓക്കെ, ഒപ്റ്റിക്സ് എന്തായാലും പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, എന്നാ ഒന്ന് പറഞ്ഞേ, എന്താ റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ എന്താ? ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് അല്ലേ? when it incident on a smooth surface. അതായത് ഒരു സ്മൂത്ത് സർഫസ് ഉണ്ട്, ലൈറ്റ് വന്ന് വീഴുന്നു, തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ റിഫ്ലക്ഷൻ പഠിച്ചത്. ഈ ഒരു ലൈൻ നമ്മൾ പറയുന്ന പേരെന്താണ്? നോർമൽ. ഓക്കെ, ഇവിടെ നിന്ന് വരുന്ന റേ, ഇതിനെ നമ്മൾ പറയുന്ന പേര് ഇൻസിഡന്റ് റേ. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ എന്നാലും എഴുതി വെച്ചോട്ടെ. ഇൻസിഡന്റ് റേ, ഇതെന്താണ്? റിഫ്ലക്റ്റഡ്. റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ. ഇനി ഈ ആംഗിളിൽ നമ്മൾ പറയുന്ന പേരെന്താ? ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ഇതൊക്കെ അറിയാവുന്നല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒരു ഫിഗർ വെച്ചിട്ട് തന്നെ എഴുതി തുടങ്ങിക്കോ. ഇൻട്രൊഡക്ഷൻ ആണ്, എന്നാലും ജസ്റ്റ് എഴുതിക്കോ. ബേസിക് ആയിട്ട് നമുക്ക് തുടങ്ങി തന്നെ പോവാം. ഓക്കെ, ഒപ്റ്റിക്സിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കുന്നത് റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷൻ എന്താണെന്ന് അറിയാം. ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്. ഓക്കെ, ഒരു സ്മൂത്ത് സർഫസിലേക്ക് ലൈറ്റ് പോയി വീഴുന്നു, അവിടെ നിന്ന് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഈ ലൈൻ നമ്മൾ പറയുന്ന പേര് നോർമൽ എന്നാണ്. പിന്നെ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ബിറ്റ്വീൻ എഴുതിക്കോട്ടെ, പോയിന്റ്സ് ആയിട്ട് എഴുതി വെച്ചോ. ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. Angle of reflection. Angle of incidence I. Angle of reflection R. Angle of reflection definition. Reflection definition. Angle of reflection ആണ്. Bouncing back of light when it incident on a smooth surface. Angle of incidence and angle of reflection. അടുത്തത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഫസ്റ്റ് ലോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതാണ് നമ്മുടെ ഫസ്റ്റ് ലോ. ലോ ഓഫ് റിഫ്ലക്ഷനിൽ ഫസ്റ്റ് പഠിക്കേണ്ട ലോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എഴുതി വെച്ചോണ്ട് അതൊക്കെ മെറ്റീരിയൽ കൊടുത്തിട്ടില്ലെന്നാ തോന്നുന്നു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എഴുതിയിട്ടുണ്ടോ? മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടോ? Angle of incidence is equal to angle of reflection. Okay, അടുത്ത ലോ, ഫസ്റ്റ് ലോ കിട്ടി. ഇൻസിഡന്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്, ഈക്വൽ ആണ്. ഇനി അടുത്തത് നോക്കിക്കേ, ഇൻസിഡന്റ് റേയും നോർമലും റിഫ്ലക്റ്റഡ് റേയും ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നോക്കി കഴിയുമ്പോൾ മൂന്നും സെയിം പ്ലെയിനിലല്ലേ നിൽക്കുന്നത്? സെയിം പ്ലെയിനാണ് നിൽക്കുന്നത്. അപ്പൊ എഴുതിക്കോ, ഇൻസിഡന്റ് റേ, നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ
incident ray, normal and reflected ray. At the point of incidence, are lies in the same plane. ഓക്കെ, അപ്പൊ 2 ലോ പഠിച്ച് ഏതൊക്കെയാ പഠിച്ചപ്പോ തന്നെ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയപ്പോ പോയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഓൾട്ടർനേറ്റീവ് കറണ്ട് ആയിരിക്കും. ഇത് ജസ്റ്റ് ഇപ്പൊ പഠിച്ച് ശ്രദ്ധിച്ച് പോയാൽ മതി. ഓക്കെ, ഫസ്റ്റ് ലോ എന്താ പറഞ്ഞത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്? ഇൻസിഡന്റ് റേ, നോർമൽ ആൻഡ് റിഫ്ലെക്റ്റഡ് റേ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഓക്കെ, അപ്പൊ റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് മിറേഴ്സിലേക്കാണ്. നമുക്ക് എത്ര ടൈപ്സ് മിറേഴ്സ് അറിയാം? ഏതൊക്കെയാ? പ്ലെയിൻ മിറർ, കോൺവെക്സ്, കോൺകേവ്. നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് കോൺവെക്സും കോൺകേവും ആണ് നോക്കേണ്ടത്. ഓക്കെ, കോൺവെക്സ് മിറർ ആൻഡ് കോൺകേവ് മിറർ. കോൺകേവ് മിറർ എങ്ങനെയായിരിക്കുന്നത്? കോൺകേവ് മിറർ റിഫ്ലെക്റ്റിംഗ് സർഫേസ് ഈസ് കർവ്ഡ് ഇൻ. ഓക്കെ, ഇനി കോൺവെക്സ് മിറർ എങ്ങനെയായിരിക്കുന്നത്? റിഫ്ലെക്റ്റിംഗ് സർഫേസ് ഈസ് ബൾജ്ഡ് ഔട്ട്. ഓക്കെ, കോൺകേവ്, കോൺവെക്സ്. ഓക്കെ, ഈ ഒരു കോൺകേവ് മിററിന്റെ ഈ ഒരു എൻഡിനെ നമ്മൾ പറയുന്ന പേരെന്താ? ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താ? മിററിന്റെ അപ്പർച്ചർ. ഓർമ്മയുണ്ടോ ഇതൊക്കെ? ഇനി ഈ സെന്ററിന് ഈ ഒരു പോയിന്റിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? പോൾ. ഓക്കെ, ഇത് പോൾ. ഓക്കെ, ഇനി the line which is passing through pole അതിനെ നമ്മൾ പറയുന്ന പേരെന്താ? പ്രിൻസിപ്പൽ ആക്സിസ്. എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസ്. നേരത്തെ പഠിച്ചതായിരിക്കും, ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഒരു മിററിന്റെ ഈ പോയിന്റ് നമ്മൾ പറയുന്നത് പോൾ എന്നാണ്. The line which is passing through the pole is called principal axis. ഇനി പ്രിൻസിപ്പൽ ആക്സിസ് അല്ലാതെ ഇപ്പൊ ഈ ഒരു മിററിന്റെ ഒരു പോർഷൻ ആയിട്ട് ഇപ്പൊ നോക്കിക്ക്, ഇതൊരു സർക്കിളിന്റെ ഒരു പോർഷൻ അല്ലേ കൊടുത്തേക്കുന്നത്? അല്ലേ? കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിന്റെ പോർഷൻ ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതൊരു സർക്കിളിന്റെ സെന്റർ എവിടെയായിട്ട് വരും? ഏകദേശം ഈ ഒരു പോയിന്റിലായിട്ട് വരും സർക്കിളിന്റെ സെന്റർ, അല്ലേ? അപ്പൊ ഈ ഒരു സെന്ററിന് നമ്മൾ പറയുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. എന്താണ്? സെന്റർ ഓഫ് കർവേച്ചർ. അപ്പൊ ഈ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്ന ഈ ലൈൻ, പ്രിൻസിപ്പൽ ആക്സിസ് ഏതിലൊക്കെ കൂടിയായിരിക്കും പാസ് ചെയ്ത് പോകുന്നത്? സെന്റർ ഓഫ് കർവേച്ചറിലും പോളിലും കൂടിയായിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി ആ പോയിന്റ് എഴുതി വെച്ചോട്ടാ. The line which is passing through pole and center of curvature is called principal axis. The line which is passing through pole and center of curvature is called principal axis. The line which is passing through pole and center of curvature is called principal axis. ഇനി ഇതിനെന്താ പറയുന്നത്? Distance between center of curvature and pole is called, ഓർമ്മയുണ്ടോ? Radius of curvature. എന്താണ്? Radius of curvature. ആ പോയിന്റ് എഴുതിയ പ്രിൻസിപ്പൽ ആക്സിസ് എന്താണെന്ന് എഴുതി വെച്ചാ. ഓക്കെ, അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോ. Distance between pole and center of curvature is called radius of curvature. Radius of curvature. Radius of curvature. ഏതാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ ഇസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. എഴുതിയ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ ഇസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. Okay, ini parallel rays. Parallel rays are allowed to incident on the mirror. Parallel rays ഇവിടെ കൂടി വരുന്നു. ഈ മിററിൽ ഇൻസിഡന്റ് ചെയ്യുന്നു, എന്നിട്ട് റിഫ്ലക്ട് ചെയ്യും.
After reflection, it converts to a point is called focus. Okay. പാരലൽ റേസ് വരുന്നു, റേസ് അവിടെ പോയിട്ട് ഇൻസിഡന്റ് ചെയ്തിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ ഒരു പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഫോക്കസ്. എഴുതിക്കോ, പാരലൽ റേസ് ആർ അലൗഡ് ടു ഇൻസിഡന്റ് ഓൺ ദ മിറർ. Parallel rays are allowed to incident on the mirror. After reflection, the rays get converged. After reflection, the rays get converged to a point is called focus. The rays get converged to a point is called focus. ഇവിടെ നിന്ന് ഒരു റേ വരുവാണെങ്കിൽ അതുപോലെ തന്നെ റേ വരുന്നു, ഇൻസിഡന്റ് റേ വരുന്നു, അത് കഴിഞ്ഞ് റിഫ്ലക്ട് ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് ഫോക്കസ്. ഓക്കെ. ഓക്കെ, ഈ കോണിൽ നിന്ന് ഈ ഫോക്കസിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേര് എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത്. കേട്ടിട്ടുണ്ടോ? ഫോക്കൽ ലെങ്ത്. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ ഈസ് കോൾഡ് ഫോക്കൽ ലെങ്ത്. എഴുതി വെച്ചോട്ടെ, ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, എഴുതി വെച്ചോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ് ഈസ് കോൾഡ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് കിട്ടിയാ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക. ഇത് വായിച്ചു പഠിക്കാനും വേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പർച്ചർ ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? ഈ സെന്റർ പറയുന്ന പോയിന്റ് നമ്മൾ എന്ത് പറയും? പോൾ എന്ന് പറയും. പിന്നെ the line which is passing through center of curvature and pole is called എന്ന് പറയും? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും. പിന്നെ പാരലൽ റേസ് വന്ന് ഇൻസിഡന്റ് ചെയ്തിട്ട് after reflection it converts to a point is called focus and distance between focus and pole is called focal length. Okay, sign convention കൊടുത്തോട്ടാ കേട്ടില്ലേ? sign convention. Okay, അടുത്തത് സൈൻ കൺവെൻഷൻ എന്ന് കൊടുത്തിട്ട് എഴുതിക്കോ. All the distance are measured from pole. നമ്മൾ എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? പോളിൽ നിന്നായിരിക്കും നമ്മൾ ഡിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ എവിടെ നിന്നായിരിക്കും മെഷർ ചെയ്യുന്നത്? പോളിൽ നിന്ന്. മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ബേസിക് തൊട്ട് പറഞ്ഞു പോണത്. എഴുതിക്കോ, all the distances are measured from pole. All the distance are measured from pole. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോ. ഓൾ ദ ഡിസ്റ്റൻസ് പറഞ്ഞിട്ട് എഴുതാവേ. ഓൾ ദ ഡിസ്റ്റൻസ് എബവ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പൊക്കത്തുള്ള മെഷർമെന്റ്. അതായത് ഇപ്പൊ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുവാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന്റെ പൊക്കത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു പോസിറ്റീവ്. ഇതാണ് ഒബ്ജക്റ്റ് എങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് നമ്മൾ പറയുമ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന്റെ പൊക്കത്തായിട്ടാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ഹൈറ്റ് നമ്മൾ പറയുമ്പോൾ അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് വേണം പറയാം. h0 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് നമ്മളൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് പറയും. ഇനി ഓൾ ദ ഡിസ്റ്റൻസസ് ബിലോ ദ പ്രിൻസിപ്പൽ ആക്സിസിന് താഴെയായിട്ടാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാം? നെഗറ്റീവ് ആയിട്ട് പറയും. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോ. ഓൾ ദ ഡിസ്റ്റൻസസ് above the principal axis is taken as positive. All the distances above the principal axis is taken as positive and all the distances below the principal axis അത് എഴുതിക്കോട്ടെ. മെറ്റീരിയൽ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. All the distances below the principal axis is taken as negative.
ഓക്കെ, ഇനി അടുത്തത് അപ്പൊ നമ്മൾ ഹൈറ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇങ്ങോട്ടുള്ള മെഷർമെന്റ് ആണ് നോക്കുന്നതെന്ന് വിചാരിക്കും. ഓൾ ദ ഡിസ്റ്റൻസസ് ആർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ. നമ്മുടെ ഇൻസിഡന്റ് റേ പോകുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ റേ പോയിട്ടാണ് തട്ടി റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഓൾ ദ ഡിസ്റ്റൻസസ് ആർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേയുടെ അതേ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് എല്ലാം നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഈ ഡിസ്റ്റൻസ് എല്ലാം നമുക്ക് എന്തായിട്ട് എടുക്കാം? നെഗറ്റീവ് ആയിട്ട് എടുക്കാം. അടുത്ത പോയിന്റ് എടുക്കുക. ഓൾ ദ ഡിസ്റ്റൻസസ് are in the direction of incident ray. All the distances are in the direction of incident ray is taken as positive. And all the distances are in the opposite direction of incident ray is taken as negative. First one, അടുത്തത് relation connecting focal length and radius of curvature. Okay, അത് ശ്രദ്ധിച്ചേ. നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന റിലേഷൻ കണക്റ്റിംഗ് ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, സിമ്പിൾ ഡെറിവേഷൻ ആണ്, ജസ്റ്റ് ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമ്മളൊരു കോൺകേവ് മിറർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ കോഡ് മാർക്ക് ചെയ്ത് റേഡിയസ് ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തു. ഇനി ഒരു ഇൻസിഡന്റ് റേ ഇവിടെ നിന്ന് വരുന്നു. അത് ഇവിടെ തട്ടി റിഫ്ലക്ട് ചെയ്യണം. റിഫ്ലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കൺവേർജ് ടു എ പോയിന്റ് ഈസ് കോൾഡ് ഫോക്കസ്. ഫോക്കസിലേക്ക് കൺവേർജ് ചെയ്തു. ഇൻസിഡന്റ് റേ വരുന്നു, അവിടെ തട്ടിയിട്ട് കൺവേർജ് ചെയ്ത് ഈ ഒരു പോയിന്റിലേക്ക് എത്തി. അതാണ് ഫോക്കസ്. ഇനി നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഡോട്ടഡ് ലൈൻ കണ്ട, ഇതാണ് നോർമൽ. നോർമൽ എപ്പോഴും വരയ്ക്കുമ്പോൾ അത് സെന്ററിൽ കൂടിയായിരിക്കും പാസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു സർക്കിൾ വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. സർക്കിൾ വരച്ചൊരു നോർമൽ വരച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ സെന്ററിൽ കൂടി പാസ് ചെയ്യും. ഇവിടെ ഒരു നോർമൽ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു സെന്ററിൽ കൂടി പാസ് ചെയ്യും. അപ്പൊ നമ്മളൊരു സർക്കിളിന്റെ കേസിൽ നോർമൽ വരക്കുമ്പോൾ എപ്പോഴും അത് എന്തിൽ കൂടി ആയിരിക്കും പാസ് ചെയ്യുന്നത്? സെന്ററിൽ കൂടി ആയിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ സി എന്ന് പറയുന്നത് എന്താ? സെന്റർ ഓഫ് കർവേച്ചർ. അപ്പൊ ഒരു മിററിന്റെ കേസിൽ നമ്മൾ ഒരു നോർമൽ വരക്കുമ്പോൾ അത് എപ്പോഴും എന്തിൽ കൂടിയേ പാസ് ചെയ്ത് പോവുള്ളൂ? സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി പാസ് ചെയ്തു. സർക്കിളിന്റെ കേസ് ഓർത്താൽ മതി, ഒരു പോർഷൻ ഓഫ് സർക്കിൾ തന്നെയല്ലേ കോൺകേവ് ആയിട്ട് നമ്മൾ വരച്ചത്. അപ്പൊ ആ നോർമൽ വരക്കുമ്പോൾ അത് എന്തിൽ കൂടെ പാസ് ചെയ്ത് പോകും? സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പാസ് ചെയ്തു. അപ്പൊ നമ്മളൊരു നോർമൽ വരച്ചു. ഇനി ഇതെന്ത് ചെയ്യാ? ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേ, ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ എന്താണെന്ന് നമ്മൾ പഠിച്ചത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇപ്പുറത്തെ എന്തായിരിക്കും? ഇതെന്താണ്? ഈ റേ ഏത് റേ ആണ്? റിഫ്ലക്റ്റഡ് റേ അല്ലേ? ഇത് റിഫ്ലക്റ്റഡ്, മറ്റേത് ഇൻസിഡന്റ്. അപ്പൊ ഇൻസിഡന്റ് റേക്കും നോർമലിന്റെ ഇടയിലുള്ള ആംഗിൾ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. അത് ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒരു തീറ്റ ആയിട്ട് എടുക്കുകയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ജസ്റ്റ് തീറ്റ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യണം. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ എന്തായിരിക്കും? ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ഈസ് കോൾഡ്
കോൾഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആറല്ലേ? നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷന്റെ ഫസ്റ്റ് ലോ എന്താ പഠിച്ചത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണോ അത് തന്നെയായിരിക്കും എന്ത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ ഇത് തീറ്റ ആണെങ്കിൽ ഇതും എന്തായിരിക്കും? തീറ്റ തന്നെ ആയിരിക്കും അല്ലെ? ഇനി നോക്കിക്കേ, ഇത് തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇവിടെ നോക്കണ്ട, ഇതിപ്പോ മാർക്ക് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കും. ഇത് തീറ്റ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? തീറ്റ. അപ്പൊ ഇത് തീറ്റ ആയിരിക്കും. ഓക്കെ, ഇനി ഇത് തീറ്റ പ്ലസ് തീറ്റ 2 തീറ്റ. ഇനി ഈ ആംഗിളും നോക്കിക്കേ, ഇത് 2 തീറ്റ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 2 തീറ്റ. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ആംഗിൾ മാർക്ക് ചെയ്ത് വെച്ച്. ഇനി നോക്കിക്കേ, ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് നോക്കേണ്ടത്, ഇവിടെ ഒന്ന് ഞാൻ പോളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കണേ. ഇത് കുറച്ച് ചരിഞ്ഞ് കർവ്ഡ് സർഫസ് അല്ലേ, അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അതിന് ഞാൻ ഡി എന്ന് ജസ്റ്റ് നെയിം ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് പോളിലേക്കാണ്, പോളിനെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കർവ്ഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അതിന് ഡി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ട? റിലേഷൻ കണക്റ്റിംഗ് ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പൊ ഈ ഡയഗ്രാം ഓക്കെ ആയാ? ഇത് തെറ്റിയിട്ടുണ്ടെങ്കിൽ പോകും. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചു വരണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നമുക്ക് ടാൻ തീറ്റ എടുക്കാം. ടാൻ തീറ്റ അതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ CDN. കൺസിഡർ ട്രയാങ്കിൾ CDN. CDN കൺസിഡർ ചെയ്തേ. CDN. ഓക്കെ, CDN എന്ന് പറഞ്ഞാൽ കൺസിഡർ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ടാൻ തീറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും? ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ നോക്കിക്കേ, ഇതാണ് ടാൻ തീറ്റ. ടാൻ തീറ്റ ഈക്വൽ ടു ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ND. ND ബൈ അഡ്ജസന്റ് സൈഡ് ഏതാണ്? CD. ND ബൈ CD. ഓക്കെ, അതങ്ങനെ എടുത്തു. ഇനി അടുത്തത് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണേ. കൺസിഡർ ട്രയാങ്കിൾ FND. കൺസിഡർ ട്രയാങ്കിൾ FND. ഇവിടെ നമുക്ക് tan 2 തീറ്റ എടുക്കണം. tan 2 തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. tan 2 തീറ്റ നോക്കിയാൽ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ND. ND ബൈ അഡ്ജസന്റ് സൈഡ് ഏതാണ്? FD. ND ബൈ FD. This is equation number 1 and this is equation number 2. ഇനി അടുത്ത സ്റ്റെപ്പ് ഡിവൈഡിങ് ഇക്വേഷൻ 2/1. ഇക്വേഷൻ 2/1. tan 2 തീറ്റ ഈക്വൽ ടു ND ബൈ FD ഡിവൈഡഡ് ബൈ tan തീറ്റ ഈക്വൽ ടു അടുത്ത ഏതാണ്? ND ബൈ CD. ND ക്യാൻസൽ ആയി. ഇവിടെ 1/FD, ഇവിടെ 1/CD. അപ്പൊ എങ്ങനെ വരും? CD ബൈ FD. ഓക്കെ, ഇനി നമുക്ക് tan തീറ്റനെ അപ്രോക്സിമേറ്റ് ചെയ്യാം. നമ്മൾ sin തീറ്റ ഇവിടുത്തെ ആംഗിൾ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ചെറിയ ആംഗിൾ അല്ലേ? ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ കണ്ട, ആ ഒരു റിഫ്ലക്ട് ചെയ്ത് ഈ ഒരു സർഫസിൽ ഉണ്ടാവുന്ന ആംഗിൾ ഭയങ്കര ചെറിയ ആംഗിൾ. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം? അപ്രോക്സിമേറ്റ് ചെയ്യാം. സൈൻ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന പോലെ തന്നെ tan 2 തീറ്റ is approximately equal to theta. Theta is very small. Tan 2 theta is approximately equal to theta and tan theta is approximately equal to tan 2 theta is approximately equal to 2 theta. Tan theta is approximately equal to theta. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. tan 2 theta ക്ക് വരെ എന്ത് കൊടുക്കാം? 2 theta divided by theta equal to CD by FD. CD by FD. CD എന്താ? CD നോക്കിക്കേ. CD എന്ന് പറയുന്ന ഈ മെഷർമെന്റ് അല്ലേ? CD ശ്രദ്ധിച്ചേ. CD ഏതാ? ഈ മെഷർമെന്റ് കർവേച്ചറും B ഞാൻ പറഞ്ഞത് എന്ത് തന്നെ നമ്മൾ വരച്ചേക്കുന്നത്? പോള് തന്നെയാണ് വരച്ചേക്കുന്നത് അല്ലേ? അപ്പൊ കർവേച്ചറും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറയുന്ന പേരെന്താ? എന്താ പറയുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ? അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് സിയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ R ആണ്. പക്ഷെ നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് പോളിൽ നിന്നല്ലേ മെഷർമെന്റ് എടുക്കുന്നത് അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇൻസിഡന്റ് റേ, ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് അത് എന്തായിട്ട് എടുക്കാം? നെഗറ്റീവ് ആയിട്ട് എടുക്കാം. അപ്പോ ദാറ്റ്സ് ഈക്വൽ ടു നെഗറ്റീവ് R ഡിവൈഡഡ് ബൈ. ഇനി അടുത്തത് FD. FD എന്ന് പറയുന്നത് ഈ മെഷർമെന്റ് അല്ലേ? FD എന്താ? ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറയുന്ന പേരെന്താ? ഫോക്കൽ ലെങ്ത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് പോളിൽ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതും ഇൻസിഡന്റ് റേക്ക് എഗൈൻസ്റ്റ് ആണ്. സോ എന്താണ്? -F. തീറ്റ ക്യാൻസൽ ആയി, ബാക്കി 2 ഈക്വൽ ടു മൈനസ് പോയി R ബൈ F. ദാറ്റ് ഈസ് R ഈക്വൽ ടു മൈനസ് എങ്ങനെ വന്നതാണ് നമ്മൾ പറഞ്ഞില്ലേ? ഇൻസിഡന്റ് റേക്ക് എഗൈൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. എന്താണ്? നമ്മളുടെ ഡിസ്റ്റൻസ്
ഓൾട്ടർ ഡിസ്റ്റൻസസ് വിച്ച് ആർ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ്. ഇൻസിഡന്റിന്റെ ഡയറക്ഷൻ അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ട്, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കോണിൽ നിന്നാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്, അതുകൊണ്ട് നെഗറ്റീവ്.